ഇന്നത്തെ മാർക്കറ്റിന്റെ ഒരു ടെക്നിക്കൽ ഔട്ട്ലുക്കുമായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് ഇൻഹൗസ് എക്സ്പെർട്ട് ആയിട്ടുള്ള പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് അല്ല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഇന്നത്തെ ഒരു മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 25,000 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിക്കുന്നുണ്ട്. പക്ഷെ വളരെ ശക്തമായിട്ടൊരു അപ്സൈഡ് മൂവ്മെന്റ് എന്ന് പറയാൻ സാധിക്കില്ല. വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വളരെ ഗ്രാജുവൽ ആയിട്ടൊരു അപ്സൈഡ് മൂവ്മെന്റ് ആണ് കാണുന്നത്. നിഫ്റ്റി 50-ലുള്ള താങ്കളുടെ ഒരു ടെക്നിക്കൽ വ്യൂ എന്താണ്? അല്ല, നിഫ്റ്റി 50-യുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ്വേസുമായി തന്നെ തുടരുന്നു. നിഫ്റ്റി 50-യുടെ കേസിൽ നമ്മൾ 27,000 മുതൽ 25,200 റെസിസ്റ്റൻസ് ലെവലാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. ഇന്ന് ആക്ച്വലി നമ്മൾ ഓവറോൾ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും നമുക്ക് ഏറ്റവും ശക്തി കാണുന്ന ഒരു സെക്ടർ ഇസ് ദ ഡിഫൻസ് സെക്ടർ. ഡിഫൻസ് ഇൻഡെക്സിൽ നല്ലൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. സർ, അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും വളരെ ഫ്ലാറ്റ് ആയൊരു വെറും 35 പോയിന്റ്സിന്റെ മാത്രം ഒരു മുന്നേറ്റമാണ് കാണുന്നത്. 54,704.6 എന്നൊരു നിലയിലാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് സൂചികയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ട്രെൻഡ് സൈഡ്വേസ് ആയി തന്നെ തുടരുന്നു. നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇപ്പോൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇന്നത്തെ വളരെ ഷോർട്ട് ടേമിന് വേണ്ടി നമ്മളൊരു റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 55,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഡിഫൻസ് ഇൻഡെക്സിനകത്ത് വളരെ ശക്തമായിട്ടുള്ളൊരു മൂവ്മെന്റ് ആണ് കാണുന്നത്. ഏകദേശം ഒരു 1.5% ഒരു നേട്ടം ഈ ഒരു 45 മിനിറ്റ്സിനുള്ളിൽ തന്നെ കാണുന്നുണ്ട്. ഇൻഡെക്സ് പരിശോധിക്കുകയാണെങ്കിലും ഭൂരിഭാഗം സെക്ടറിലും ഒരു പോസിറ്റീവ് ടോൺ തന്നെയാണ് കാണുന്നത്. ഇതിൽ തന്നെ എംടാർ ടെക്കിലാണ് ഇന്നത്തെ ഒരു ടോപ്പ് ഗെയിനറായിട്ട് ഈ ഒരു നിഫ്റ്റിയുടെ ഡിഫൻസ് ഇൻഡെക്സിൽ മാറിയിരിക്കുന്നത്. എംടാർ ടെക്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? എംടാർ ടെക്കിന്റെ കേസിൽ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ച വരെ നമുക്കൊരു ബെയറിഷ്നെസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് ഈ സ്റ്റോക്കിന് 1,370 രൂപയിൽ വളരെ നല്ലൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തതിന് ശേഷമാണ് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് ലഭിച്ചിരിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1,640 രൂപയിലായിരിക്കും. സർ, അതിനോടൊപ്പം തന്നെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു മൂവ്മെൻറ്റ് നടത്തിയിരിക്കുന്ന ഒരു ഓഹരികൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഓഹരികൾ എന്നത് ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളാണ്. പ്രത്യേകിച്ചും GRSE, മസ്കോൺ ഡോക്ക്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഈ 3 പ്രധാനപ്പെട്ട ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളിലും വളരെ ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റമാണ് കാണുന്നത്. ഈ ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഷിപ്പ് ബിൽഡിംഗ് സ്റ്റോക്സിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോൾ അതിനെ പറയത്തില്ല. നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ്വേസ് ആയി മാറിയിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1,720 രൂപയായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാലേ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ബട്ട് നമുക്ക് എന്താ പറയാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിന്റെ കേസിലും വളരെ സിമിലർ പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ് ഇൻ ഗാർഡൻ റീച്ച്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ്വേസ് ആയി തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ 2,500 രൂപയുടെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. സർ, അതിനോടൊപ്പം തന്നെ അപ്പോളോ മൈക്രോ സിസ്റ്റം എന്നൊരു സ്മോൾ ക്യാപ്പ് ഓഹരിയിലേക്ക് കൂടി വരികയാണ്. ഈ ഓഹരിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞൊരു 3 ട്രേഡിംഗ് സെഷൻസിലായിട്ട് തുടർച്ചയായിട്ടുള്ളൊരു നേട്ടം നൽകി വന്ന ഒരു ഓഹരി കൂടിയാണ്. ഇപ്പോഴും 6% മുകളിലൊരു നേട്ടം നൽകുന്നുണ്ട്. ഏകദേശം സെപ്റ്റംബർ 5, 8, അതിനോടൊപ്പം തന്നെ 9 ഈ ഒരു 3 ട്രേഡിംഗ് സെഷൻസിലുള്ള നേരിയ തോതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഇങ്ങോട്ടേക്ക് നേട്ടം നൽകി വന്നൊരു ഓഹരി കൂടിയാണ് ഈ ഒരു അപ്പോളോ മൈക്രോ സിസ്റ്റം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഒരു ഓഗസ്റ്റിൻ്റെ ഒരു സെക്കൻഡ് വീക്ക്, ഓഗസ്റ്റ് 14-ാം തീയതി മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം ഒരു 5 ട്രേഡിംഗ് സെഷൻസ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റെല്ലാ ട്രേഡിംഗ് സെഷൻസിലും തുടർച്ചയായിട്ടുള്ള വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയ ഒരു ഓഹരി കൂടിയാണിത്. അപ്പോളോ മൈക്രോ സിസ്റ്റത്തിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അപ്പോളോ മൈക്രോ സിസ്റ്റത്തിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തുടരുന്നു. ഓഗസ്റ്റ് മാസത്തിന് ശേഷം നമുക്ക് നല്ലൊരു മുന്നേറ്റമായി സ്റ്റോക്കിൽ ലഭിച്ചിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിന് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന 323 രൂപയ്ക്ക് അടുത്തായിരിക്കും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം.
സർ, നിഫ്റ്റി ഓട്ടോയിലേക്കാണ് വരുന്നത്. നിഫ്റ്റി ഓട്ടോയെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ ഏകദേശം ഒരു 0.77% ഒരു നേട്ടം നൽകിക്കൊണ്ട് ട്രേഡിംഗ് പുരോഗമിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിലുള്ള ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ ഇൻഡെക്സ് ഫേസ് ചെയ്യാൻ പോകുന്ന ഇമ്മീഡിയറ്റ് ഒരു റെസിസ്റ്റൻസ് 27,600 പോയിന്റിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും. അതിന് തൊട്ട് മുകളിൽ ഇമ്മീഡിയറ്റ് ഒരു റെസിസ്റ്റൻസും കൂടെ ഫേസ് ചെയ്യുന്നുണ്ട് 27,400 പോയിന്റ്. സർ, ഒപ്പം തന്നെ JBM ഓട്ടോയിലേക്ക് കൂടി വരികയാണ്. JBM ഓട്ടോയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഏകദേശം $100 മില്യൺ ഒരു ലോങ് ടേം ക്യാപിറ്റൽ കമ്പനിക്ക് ലഭിച്ചതായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നാണ് ഈ ഒരു ക്യാപിറ്റൽ ലഭിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്ര, ആസാം, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഈ ഒരു ഇ ബസ് പുറത്തിറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾക്കാണ് ഈ ഒരു ക്യാപിറ്റൽ യൂസ് ചെയ്യുക എന്നാണ് കമ്പനി എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ JBM ഓട്ടോയിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഏർലി അവേഴ്സിൽ തന്നെ വളരെ ശക്തമായിട്ടൊരു മൂവ്മെന്റ് നടത്തിയതായിട്ടാണ് കാണുന്നത്. നിലവിൽ ഇപ്പോൾ ഏകദേശം 8% മുകളിലുള്ള ഒരു നേട്ടം നൽകാനായിട്ടും സാധിക്കുന്നുണ്ട്. JBM ഓട്ടോയുടെ ഒരു വ്യൂ എന്താണ്? JBM ഓട്ടോന്റെ കേസിൽ ആദ്യം തന്നെ ഇതൊരു സ്മോൾ ക്യാപ്പ് ആണെന്നുള്ള ഒരു കാര്യം മാർക്കരുത്. ആൻഡ് പല ട്രേഡിംഗ് ഡേയ്സിലും നമുക്ക് കാണാൻ സാധിക്കുന്നു ഒത്തിരി ഇൻട്രാഡേ വോളറ്റിലിറ്റിയും കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ഇന്ന് ഈ സ്റ്റോക്കിൽ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ബട്ട് ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ ആയിട്ട് അവസാനിക്കുമോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഇന്ന് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 680 രൂപ. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സർ, അതിനോടൊപ്പം തന്നെ BSE ഓഹരികളിലേക്ക് കൂടി വരികയാണ്. BSEയെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ സെബിയുടെ വളരെ നിർണായകമായിട്ടൊരു യോഗം നടക്കാനിരിക്കുകയാണ്. ഈ യോഗത്തിൽ നിലവിൽ IPOയുമായി ലാർജ് കമ്പനികളുടെ IPOയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളായിരിക്കും എടുക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിന് മുന്നോടിയായിട്ട് പലയിടത്തുനിന്നും ഈ ഒരു വീക്കിലി എക്സ്പയറി ഒരു പക്ഷേ നിർത്തിയേക്കും, അല്ലെങ്കിൽ അതൊരു നിർത്തലാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചേക്കും. അതിന് വേണ്ടുന്ന പഠനങ്ങൾ നടക്കുന്നതെന്നടക്കമുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ BSE ഓഹരികളിൽ നമുക്കൊരു സെൽ ഓഫും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു 2% ഒരു മുന്നേറ്റം കാണുന്നത്. BSEയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, നമുക്ക് BSEയുടെ കേസിൽ കഴിഞ്ഞ മാർച്ച് മാസത്തിന് ശേഷം വലിയൊരു ഗെയിൻ ആയിരുന്നു കിട്ടിയത്. ആൻഡ് ആ ഒരു ബുള്ളിഷ് റൺ മാർച്ച് മുതൽ ജൂൺ മാസം വരെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ജൂൺ മാസത്തിന് ശേഷം കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് ഈ ഇൻഡെക്സിൽ വളരെ ആവശ്യമുണ്ടായിരുന്നു ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. BSEയുടെ കേസിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് 250 രൂപയിലുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. എങ്കിലും ഈ ഒരു വലിയ സെൽ ഓഫിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഹസ് ടേൺ ബെയറിഷ്. ആൻഡ് ആ ഒരു ബെയറിഷ്നെസ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ടും നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നത്. ഇൻഡെക്സിന്റെ കേസിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ, ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 2400 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. സർ, അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു IT ഓഹരികളിൽ ഇൻഫോസിസ് ആയിരിക്കും പ്രേക്ഷകരുടെയും നിക്ഷേപകരുടെയും ഒക്കെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നത്. ബൈബാക്കുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തീരുമാനങ്ങൾ എത്തിയിരിക്കുകയാണ്. ഓഹരി ഒന്നിന് 1800 രൂപ എന്ന നിലയിൽ ഒരു പ്രീമിയത്തിലായിരിക്കും ബൈബാക്ക് നടത്തുക എന്നാണ് കമ്പനി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഈ ഒരു ഓഹരിയിൽ ഏകദേശം 1.5% നേട്ടത്തിൽ 1530 രൂപ എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് നടന്നു വരുന്നത്. ഇൻഫോസിസിലുള്ള താങ്കളുടെ ഒരു ടെക്നിക്കൽ ഔട്ട്ലുക്ക് എന്താണ്? അല്ല, ഇൻഫോസിസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായി തുടരുന്നു. ആൻഡ് പേഴ്സണലി ഒരു ബൈബാക്ക് അല്ലെങ്കിൽ ഒരു ബോണസ് അല്ലെങ്കിൽ ഒരു ഡിവിഡൻഡിന്റെ വാർത്ത വന്നതിന് ശേഷം ഒരു പുതിയ പൊസിഷൻ ആ സ്റ്റോക്കിൽ എടുക്കുന്നത് ഒരിക്കലും ഒരു ഫ്രൂട്ട്ഫുൾ ആയിരിക്കത്തില്ല. സോ പേഴ്സണലി ഐ ഡോണ്ട് തിങ്ക് ആ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു പൊസിഷൻ എടുക്കാൻ ശ്രമിക്കണമെന്ന്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 1545 രൂപ. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സർ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ടാറ്റ ക്യാപിറ്റലിൻ്റെ IPOയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഒക്ടോബർ പകുതിയോടുകൂടി, ഒക്ടോബറിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ ഈ ഒരു IPO നടക്കും, അല്ലെങ്കിൽ IPO ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഫൈനാൻഷ്യൽ സർവീസിൽ ഒരുപക്ഷെ സക്സസ് ആവുകയും ഇന്ത്യൻ ഫൈനാൻഷ്യൽ സർവീസ് മേഖലയിൽ ഏറ്റവും വലിയൊരു IPO ആയിരിക്കും ഇതെന്നുകൂടി പല അനലിസ്റ്റുകളും സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിന് പിന്നാലെ, ഈ വാർത്ത വന്നതിന് പിന്നാലെ ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഹരികളിൽ നമുക്ക് ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു.
ഇൻഫാക്ട് കഴിഞ്ഞ മെയ് മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ ആ ഒരു പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. അറ്റ് ദിസ് ലെവൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഹൗസിലും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന് വളരെ മേജർ റെസിസ്റ്റൻസ് 7700 മുതൽ 7500 ഈ റേഞ്ചിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. താങ്ക് യു സോ മച്ച് പ്രദീപ് സർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് താങ്ക് യു. ചെയ്തു.